ഡൽഹി സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച കേസിൽ കസ്റ്റംസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ ശിവകുമാർ പ്രസാദിനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. പിടികൂടിയതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. കസ്റ്റംസ് അന്വേഷണം ഇപ്പോൾ ശശി തരൂരിലേക്കും വ്യാപിക്കുകയാണ് എന്ന വിവരമാണ് പുതുതായി പുറത്തുവരുന്നത്. തരൂരിന്റെ യാത്രാ വിവരങ്ങളും മറ്റും കസ്റ്റംസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ ശിവകുമാർ പ്രസാദ് എംപിയുടെ പാസ് ഉപയോഗപ്പെടുത്തി മുമ്പ് പലതവണയും വിദേശത്ത് നിന്ന് സ്വർണം കടത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഡൽഹി കസ്റ്റംസ് ഇപ്പോൾ ഉള്ളത്. മുമ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ MP പാസ് ഉപയോഗിച്ച് ശിവകുമാർ പ്രസാദ് ഡൽഹി വിമാനത്താവളത്തിനുള്ളിൽ കടന്നിട്ടുണ്ടോ എന്നതും കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ്. MP-യെ വിമാനത്താവളത്തിനുള്ളിൽ സഹായിക്കുന്നതിനാണോ ഈ സന്ദർശനങ്ങൾ എന്ന് വിലയിരുത്താൻ തരൂരിന്റെ യാത്രാ വിവരങ്ങളും കസ്റ്റംസ് ശേഖരിച്ചു വരുന്നുണ്ട്. സംശയാസ്പദമായി ശശി തരൂരിലേക്കും വിരൽ ചൂണ്ടുകയാണ് കസ്റ്റംസ് ഇപ്പോൾ. ദുബായിലെയും തായ്ലാന്റിലെ ബാങ്കോക്കും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തിന് തരൂരിന്റെ സ്റ്റാഫംഗങ്ങളുമായി വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ടെന്ന സംശയവുമുണ്ട്. ശിവകുമാറിനെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വർണം കടത്തിയത് ശിവകുമാറാണ്. അതിന് ശശി തരൂർ MP സമാധാനം പറയേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് വാദിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന കോൺഗ്രസുകാരോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. തന്റെ സ്ഥിരം സ്റ്റാഫ് മറ്റൊരാളാണ്. ശിവകുമാർ താൽക്കാലിക ജീവനക്കാരനാണെങ്കിൽ എന്തിന് ശശി തരൂർ എയറോഡ്രോം എൻട്രി പാസ് നൽകിയത്? നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ടും അത് നൽകിയത് എന്തിനാണ്? അതോ അതിലും ശശി തരൂർ നിരപരാധിയാണെന്നാണോ നിങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്? PE നടത്തിയ സ്വർണ്ണക്കടത്തുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് തരൂർ ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഇയാൾ സ്റ്റാഫംഗം അല്ലെന്നും തരൂർ അവകാശപ്പെട്ടിരുന്നു. സ്റ്റാഫംഗമല്ലാത്ത ഒരാളുടെ പക്കൽ എങ്ങനെ MP-മാരുടെ സ്റ്റാഫിന് മാത്രം അനുവദിക്കുന്ന എയറോഡ്രോം എൻട്രി പാസ് ലഭിച്ചെന്ന് തരൂരിന് വിശദീകരണമില്ല. വിമാനത്താവളത്തിലെ സഹായങ്ങൾക്കായുള്ള താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് ശിവകുമാർ പ്രസാദ് എന്നാണ് തരൂർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ താൽക്കാലിക ജീവനക്കാരനെ ഏറെ സുപ്രധാനമായ എയറോഡ്രോം പാസ് തരൂർ തരപ്പെടുത്തി കൊടുത്തത് നിയമലംഘനമാണ്. MP-മാരുടെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഏറെ തന്ത്രപ്രധാനമായ എയറോഡ്രോം പാസ് അനുവദിക്കുന്നത്. പാസ് വാങ്ങുന്നയാൾ MP-യുടെ സ്റ്റാഫ് അംഗമായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇവിടെ ശിവകുമാർ പ്രസാദ് സ്റ്റാഫ് അംഗമല്ലെന്ന് തരൂർ തന്നെ അവകാശപ്പെടുമ്പോൾ നിയമലംഘനത്തിന് MP തന്നെ കൂട്ടുനിന്നുവെന്ന ഗുരുതര സാഹചര്യമാണ് ഉയർന്നു വരുന്നത്.